ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കോടതി വാർത്തയിലേക്കാണ്. വഴി തടഞ്ഞുള്ള സമരത്തിലെ കോടതി അലക്ഷ്യ കേസിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. നടപ്പാതകൾ പ്രതിഷേധത്തിനുള്ള ഇടമല്ലെന്ന് ഹൈക്കോടതി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സത്യവാങ്മൂലത്തിൽ തൃപ്തിയില്ലെന്നും നിരുപാധികം മാപ്പപേക്ഷ നൽകിയതുകൊണ്ട് മാത്രമായില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. സംഭവം ആവർത്തിക്കില്ലെന്ന് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നതായും CPI കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഗുഡ് ഈവനിംഗ്. വിമൻസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഈ വഴി തടഞ്ഞുള്ള സമരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല. ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ടും ഹൈക്കോടതി തൃപ്തിയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ബാക്കി തുടർ നടപടികൾ? ഹൈക്കോടതി എന്താണ് പറയുന്നത്? ഇതിലൊരു കൗതുകകരമായ വിഷയം ഉള്ളത് എന്താണെന്നാൽ, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ഇതുപോലെയുള്ള വഴിതടയൽ സമരം പോലെയുള്ള കാര്യങ്ങൾക്ക് കോടതി വിളിച്ചു വരുത്തി കോടതി മുറിയിൽ നിർത്തിയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിലെ ഒരു കൗതുകമാണ്. സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളെ, ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയാണ്, പന്ന്യൻ രവീന്ദ്രൻ, അതോടൊപ്പം കടകംപള്ളി സുരേന്ദ്രൻ, വിജയകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ വിളിച്ചു വരുത്തി കോടതി മുറിയിൽ നിർത്തി അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കോടതി ഈ നേതാക്കളുടെ സമരത്തേക്കാൾ വില നൽകുന്നു എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാകുന്നു. കോടതി ഇന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: വഴിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം സ്റ്റേജ് കെട്ടുന്നത് എന്തിനാണ്? രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്തേണ്ടത് പൊതുവഴിയിലല്ല, സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്നും നിയമലംഘനം നടത്തുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഇന്നിപ്പോൾ കോടതി നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. മുന്നറിയിപ്പ് കോടതി നൽകുകയും ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ മാപ്പ് പറഞ്ഞ്, നിരുപാധികം മാപ്പ് പറഞ്ഞ് സത്യവാങ്മൂലം നൽകിയെങ്കിലും കോടതി തൃപ്തരല്ല. ചീഫ് സെക്രട്ടറിയോട് കൃത്യമായ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നേതാക്കളോടും വ്യക്തിപരമായി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അതിനുശേഷം പ്രതികരിച്ച നേതാക്കൾ പറഞ്ഞത്, പൊതുവായി ഒരു സ്ഥലം ഈ പ്രതിഷേധങ്ങൾ നടത്താനുണ്ടാകുന്നത് വരെ പ്രതിഷേധങ്ങൾ തുടർന്ന് പോകേണ്ട ആവശ്യകതയുണ്ട്. അത് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് സർക്കാർ തന്നെ ഒരു തീരുമാനം കണ്ടുപിടിക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പ്രതികരിക്കുകയും ചെയ്തത്. അതേസമയം നിരുപാധികം മാപ്പപേക്ഷ കോടതിയിൽ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഈ കൂട്ടത്തിൽ പെടുകയും ചെയ്യുന്നുണ്ട്. മാർച്ച് 3-ലേക്കാണ് കേസ് മാറ്റിവെച്ചത്. അന്ന് കോടതി ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമോ, ഇടക്കാല ഉത്തരവെങ്കിലും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അതിൽ എനിക്ക് കൗതുകമായി തോന്നിയത് CPI കോൺഗ്രസ് നേതാക്കൾ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു. പക്ഷെ അതിൻ്റെയോടൊപ്പം തന്നെ എനിക്ക് ഓർമ്മ വന്നേ. കാരണം എന്താ പറയുക, നമ്മളെപ്പോഴൊക്കെ കാണുമ്പോഴും അത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് അവരുടെ ഒരു അവകാശമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. പലപ്പോഴും നമുക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരാറുണ്ട്. ഈ വലിയ ഇതൊക്കെ കെട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യാത്രക്കാർക്ക്, സാധാരണക്കാരന് അത് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതായത് സമരങ്ങൾക്കാരും നമ്മളാരും എതിരല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് എന്നുള്ള ഒരു പോയിന്റാണ് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയത്. അതെ, ഇതൊക്കെ നടപ്പിലാക്കിയാൽ മതി. പ്രത്യേകിച്ച് കോടതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈ കാര്യം ശ്രദ്ധിക്കും എന്ന് തന്നെ നമ്മളും വിശ്വസിക്കുകയാണ്.